ചേരിപ്പോര് രൂക്ഷമായ മറ്റൊരിടത്തേക്കാണ് പോകേണ്ടത്. കേരള സർവകലാശാലയിൽ എന്താണ് സംഭവിക്കുന്നത്? റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ്. കേരള സർവകലാശാലയിലേക്ക് ഉടൻ മടങ്ങി വരില്ല എന്നാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ ഇപ്പോൾ അറിയിക്കുന്നത്. ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടിയാണ് ഇപ്പോൾ VC-യുടെ തീരുമാനം. സർവകലാശാല ആസ്ഥാനത്ത് സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ സംഘർഷം ഒഴിഞ്ഞ ശേഷം വന്നാൽ മതി എന്നാണ് നിലപാട്. 2 ആഴ്ചത്തോളമായി അദ്ദേഹം സർവകലാശാലയിലേക്ക് എത്തിയിട്ട്. ഗോപാൽ ശീലാസനൽ ചേരുന്നു. ഗോപാൽ, വലിയ ഭരണ പ്രതിസന്ധി അവിടെയുണ്ട്. ഇരട്ട രജിസ്ട്രാർ ഭരണം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രതിഷേധങ്ങളെ ഭയന്ന് ഒളിച്ചിരിക്കാം എന്നതാണോ ഇപ്പോൾ വൈസ് ചാൻസലറുടെ തീരുമാനം? മോഹനൻ കുന്നുമേൽ വന്നില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്? നിലവിൽ തന്നെ ഭരണ പ്രതിസന്ധിയുണ്ട്. ഇനി VC ഇല്ലാത്ത ഒരു സാഹചര്യം എന്ന നിലയ്ക്കാണോ കാര്യങ്ങൾ പോകുന്നത്? കേരള സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി ഉണ്ട്. അതിൽ വളരെ രസകരമായി സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, സർവകലാശാലയിൽ 2 രജിസ്ട്രാർ ഉണ്ട്, പക്ഷേ VC ഇല്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും അവസാനമായി അദ്ദേഹം 2 ആഴ്ചയ്ക്ക് മുൻപാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് നേരിട്ടെത്തിയത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാകുന്നു. അദ്ദേഹം ഈ സസ്പെൻഷൻ ഉത്തരവ് വിട്ടിട്ട് റഷ്യയ്ക്ക് പോകുന്നു. അതിനുശേഷം അദ്ദേഹം മടങ്ങിയെത്തുമ്പോഴും സർവകലാശാലയിലേക്ക് വരുമെന്ന് കരുതിയിരുന്നു. എന്നാൽ അദ്ദേഹം വന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം ഇനിയൊരു മടക്കം ഉടനെ എങ്ങും സർവകലാശാലയിലേക്ക് ഇല്ല എന്നുള്ളതാണ്. തൻ്റെ ജീവന് ഭീഷണി ഉണ്ട് എന്നും തൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്കടക്കം ഇത്തരത്തിൽ DYFIയുടെ മാർച്ച് നടന്നുവെന്നും അതുകൊണ്ട് തന്നെ തനിക്കെതിരെ അക്രമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്നത്. കൂടാതെ തന്നെ സർവകലാശാലയിൽ നിരവധി സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സർവകലാശാല ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് എത്തിയെന്നും നിയമപരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ വൈസ് ചാൻസലർ ആ ചോദ്യം ഈ ഘട്ടത്തിൽ അങ്ങേയറ്റം നിർണായകമായ ചോദ്യമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല, ഏറ്റവും വലിയ സർവകലാശാല, ആ സർവകലാശാലയുടെ ചുമതല വഹിക്കുന്ന വൈസ് ചാൻസലർ ഇത്തരത്തിൽ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. അതും സമരങ്ങളെ പേടിച്ചിട്ട് നിലവിലെ തീരുമാനങ്ങൾ, നിലവിലെ വിഷയങ്ങൾ കൃത്യമായ നിലപാട് പറയേണ്ട, കൃത്യമായ തീരുമാനങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ട ഒരു വ്യക്തി ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ അറിയേണ്ടതായിട്ടുള്ളത്. അതിനോടൊപ്പം പ്രതിഷേധങ്ങളെ പേടിച്ച് VC മോഹനൻ കുന്നുമേൽ കേരള സർവകലാശാലയിലേക്ക് വരുന്നില്ല. അവിടെയാണെങ്കിൽ ഇരട്ട രജിസ്ട്രാർ ഭരണത്തിൽ ആകെ പ്രതിസന്ധിയിലാണ്. ഏതായാലും നട്ടം തിരിയുന്നത് വിദ്യാർത്ഥികളാണ്. അവിടെ ഫയലുകൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. SFI പ്രവർത്തകർ, DYFI പ്രവർത്തകർ ഉൾപ്പെടെ ഉയർത്തിയ ഗുരുതരമായ വിഷയം അങ്ങനെ തുടരുമ്പോൾ വൈസ് ചാൻസലർ ഇനി എന്ന് മടങ്ങുമെന്ന ചോദ്യം ഏതായാലും ബാക്കിയാണ് എന്നാണ് ഗോപാൽ ശീലാസനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു ചില പ്രധാനപ്പെട്ട